اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 60ാമത്തെ ഹിക്മത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, മാ ബസഖത്ത് അഗ്സാനു ദുല്ലിൻ ഇല്ലാ അലാ ബദിരി ത്വമഇൻ. കുറച്ചുള്ളൂ വെച്ചെങ്കിലും അതൊരു വളരെ സാഹിത്യകരമായ രൂപത്തിലാണ്, ആലങ്കാരികമായി ഇസ്തിആറത്ത് മക്കിനിയയും അതുപോലെ തന്നെ ഒരുപാട് വളരെ പ്രത്യേകിച്ച് അറബി ഭാഷയിലൊക്കെ നല്ല പ്രാവീണ്യമുള്ള ആളുകൾ എഴുതുന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. മാ ബസഖത്ത് അഗ്സാനു ദുല്ലിൻ, അപമാന വൃക്ഷത്തിന്റെ ശാഖകൾ ഉയർന്നിട്ടില്ല. അപമാന വൃക്ഷത്തിന്റെ ശാഖകൾ വളർന്നിട്ടില്ല അല്ലെങ്കിൽ ഉയർന്നിട്ടില്ല. ഇല്ലാ അലാ ബദിരി ത്വമഇൻ, മോഹമാകുന്ന വിത്തിന്റെ മേലല്ലാതെ. ഒന്നുകൂടി അർത്ഥം വെച്ചാല കേട്ടോളൂ. മാ ബസഖത്ത് അഗ്സാനു ദുല്ലിൻ, അപമാന വൃക്ഷത്തിന്റെ ശാഖകൾ അല്ലെങ്കിൽ ചില്ലകൾ അത് വളർന്നിട്ടില്ല അല്ലെങ്കിൽ ഉയർന്നിട്ടില്ല. ഇല്ലാ അലാ ബദിരി ത്വമഇൻ, മോഹമാകുന്ന വിത്തിന്റെ മേലല്ലാതെ. എന്താ ഈ പറയണറിയോ? മോഹം എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യനിക്ക് അവസാനം അപമാനമേ ഉണ്ടാക്കുള്ളൂ. മോഹം എന്ന് പറയുന്ന, കൊതി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഒരു മനുഷ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പല ആളുകൾക്കും നമ്മൾ വിധേയപ്പെടേണ്ടി വരും. ആ വിധേയപ്പെട്ട് അവസാനം പിന്നെ അതിൽ എന്തേ ബാക്കിയാവുള്ളൂ? അപമാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മോഹം എന്ന് പറഞ്ഞാല് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഖാദുൽ ഹിമമിൽ പറയുന്നുണ്ട്, വത്വമഉ, മോഹം എന്ന് പറയുന്നത് തഅല്ലുഖിൽ ഖൽബി ബിമാ ഫീ ഐദിൽ ഖൽഖ്, ഹൃദയത്തിനുള്ള ബന്ധമാണ്. ബിമാ ഫീ ഐദിൽ ഖൽഖ്, സൃഷ്ടികളുടെ കയ്യിലുള്ളതിനോട്, സൃഷ്ടികളുടെ കയ്യിലുള്ളതിനോട് ഹൃദയം ബന്ധിക്കുക. നമ്മുടെ കൽബിന് സൃഷ്ടികളെ കയ്യിലുള്ളതിലേക്ക് എന്തുണ്ടാകുക? മോഹം ഉണ്ടാകുക. കഴിഞ്ഞില്ല. വതശവ്വുഫുൽ ഖൽബി ഇലാ ഗൈരി റബ്ബി, അള്ളാഹു അല്ലാത്തതിലേക്ക് ഹൃദയം എന്ത് ചെയ്യുക? ആഗ്രഹിക്കുക, ഹൃദയം മോഹിക്കുക. ഇതൊക്കെ എന്തിന്റെ അടയാളാണ്? മോഹം എന്നതിന്റെ അടയാളം. മോഹം വന്നു എന്നതിന്റെ അടയാളം. വഹുവ, ഈ മോഹം എന്ന് പറയുന്നത് അസുലു ഷജറത്തി ദുല്ലി, നിന്യതാ വൃക്ഷത്തിന്റെ വേരാണ് ശരിക്കേത്, വിത്താണ് ശരിക്കേത് ഈ മോഹം എന്ന് പറഞ്ഞ സാധനം. അതുകൊണ്ട് തന്നെ ഔമ വളർന്നുണ്ടായ ഏതൊരു കാര്യവും ഏതൊരു ചെടിയും, മോഹം എന്ന് പറയുന്ന വിത്തിന്റെ മേൽ വളർന്നുണ്ടായ ഏത് ചെടിയും അതിന്റെ അവസാനം എന്തേ ഉണ്ടാവുള്ളൂ? അപമാനം മാത്രമേ ശേഷിക്കുള്ളൂ എന്നാണ് ബഹുമാന്യരായ പണ്ഡിതന്മാർ എന്ത് ചെയ്യണത് പറയണത്. ഈ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങളെ ഇഖാദുൽ ഹിമമിൽ കാണാം. ഖാല ഫി തൻവീർ, തൻവീറുൽ ഖുലൂബ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, വക്കുൻ, നീ ആകണം, അയ്യുഹൽ അബ്ദ്, അല്ലയോ സഹോദര നീ ആകണം, ഇബ്രാഹിമിയൻ, നീ ഒരു യഥാർത്ഥ ഇബ്രാഹിം നബി ആകണം. എന്താ ഇബ്രാഹിം നബിന്റെ പ്രത്യേകത? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന ഘട്ടത്തിൽ, ആ കഥ വിശാലമായിട്ട് ഇതിൽ പറയുന്നുണ്ട്.
ഞാൻ ചുരുക്കി പറയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആ തെറ്റുവില്ലിൽ കിടത്തിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്റെ വല്ല സഹായവും വേണോ? അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങളെ സഹായമാണെങ്കിൽ ഫല വേണ്ട, അള്ളാഹുവിന്റെ ആണെങ്കിൽ ഫല ഞാനത് സ്വീകരിക്കാം. മനസ്സിലാണ്? അള്ളാഹുവിന്റെ ആണെങ്കിൽ എന്ത് ചെയ്യാം? കാരണം എന്താ, ആ സമയത്ത് ഇതിനെ ഷറഹിൽ കാണുന്നത്, ആ സമയത്ത് അള്ളാഹു എന്ന് പറയുന്ന ഒരു മോഹമല്ലാതെ ഇബ്രാഹിം നബിയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, വേറൊന്നും വന്നിട്ടില്ല. കാരണം ആ സമയത്ത് മറ്റു വല്ല സൃഷ്ടികളിലേക്കുമുള്ള മോഹമാണ് വന്നത് എങ്കിൽ അതിന്റെ പിന്നിൽ അപമാനമേ വരുള്ളൂ എന്ന് ആര് മനസ്സിലാക്കി? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ കിതാബിൽ പറയുന്നത്, നീ ആരാകണം? നീ ഒരു ഇബ്രാഹിം ആകണം അലൈഹിസ്സലാം. നീ ഒരു ഇബ്രാഹിമാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലേ, മൻ ഖൈറുനാ യാ റസൂലല്ലാഹ്, നമ്മളിൽ വെച്ച് ഏറ്റവും ഖൈറായ ആൾ ആരാണ്? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖാല അസ്ഹദുക്കും ഫിദ്ദുനിയ, നിങ്ങളിൽ ഏറ്റവും വലിയ പരിത്യാഗി, ദുനിയാവിനോട് വിരക്തിയുള്ള ആളാണ് ഏറ്റവും ഖൈറായത്. മാത്രമല്ല വഅർഗബുക്കും ഫിൽ ആഖിറ, ആഖിറത്തിലേക്ക് വല്ലാത്ത റഗ്ബത്തുള്ള ആഗ്രഹമുള്ള വ്യക്തി, അവനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായവനെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ ഒരു യഥാർത്ഥ സാലിക്കിന്, അള്ളാഹുവിലേക്ക് പ്രയാണം നടത്തുന്ന ഒരു വ്യക്തി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അവനക്ക് അള്ളാഹു തആല ഒരുപാട് തജല്ലിയാത്തുകളും അൻവാറുകളും കൊടുക്കുമ്പോൾ ഇബ്ലീസിന് സഹിക്കൂല. ഇബ്ലീസിന് എന്ത് ചെയ്യൂല? അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമിനൊക്കെ അള്ളാഹു തആല വലിയ പ്രാധാന്യം കൊടുത്തപ്പോഴാണ് ഇബ്ലീസിന് ചോദിച്ചത്. ഇബ്ലീസിന് എന്ത് ചെയ്തു? അത് വല്ലാത്തങ്ങട് സഹിച്ചില്ല. മണ്ണ് കൊണ്ട് പടച്ച ആദമിനെ അള്ളാഹു തആല വല്ലാതെ ബഹുമാനിച്ചു. ഞാൻ തീയ് കൊണ്ട് പടച്ച, എന്നെ തീയ് കൊണ്ട് പടക്കപ്പെട്ട ആളല്ലേ, എന്നല്ലേ ബഹുമാനിക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് ആർക്ക് വന്നത്? ഇബ്ലീസ് വന്നത്. ആ ചിന്ത നമുക്കൊക്കെ വരുമ്പോ, നമുക്കൊക്കെ വല്ല നിഅമത്തുകളും വരുമ്പോ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അള്ളാഹു തആല എന്തെങ്കിലും നമുക്ക് തൗഫീഖ് തരുമ്പോ അവിടെ ആര് കളിക്കും? അതാണ് ഇടയിൽ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്, അപമാന വൃക്ഷത്തിന്റെ ശാഖകൾ അത് ഉയർന്നിട്ടില്ല, അത് വളർന്നിട്ടില്ല എന്തിന്റെ മേലല്ലാതെ, ഇല്ല അല ബദിരി തമഇൻ, മോഹ വിത്തിന്റെ മേലല്ലാതെ, മോഹമാകുന്ന വിത്തിന്റെ മേലല്ലാതെ. അപ്പൊ മോഹം വല്ലാതെ വർദ്ധിച്ചാൽ അത് ഒരു മനുഷ്യൻ എന്തുണ്ടാക്കുള്ളൂ? അപമാനമേ ഉണ്ടാക്കുള്ളൂ. നമ്മളൊക്കെ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇതിൽ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ ഒരു കഥ പറയുന്നുണ്ട്. അത് 3 ശറഹിലും അത് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരിക്കുന്ന കാലം അദ്ദേഹം ബസറയിലേക്ക് ചെന്നു. ഫദഖല ജാമിയൻ, അങ്ങനെ ഒരു പള്ളിയിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന് പ്രവേശിച്ചു. ഫവജദ, അദ്ദേഹം എത്തിച്ചു അൽ ഖുസ്സാസ്. ഖുസ്സാസ് പറഞ്ഞാല് ഈ ഒരുപാട് കഥകൾ പറഞ്ഞ്, ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങളെ അങ്ങോട്ട് വഞ്ചിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, ആ കഥയും ഈ കഥയൊക്കെ പറഞ്ഞിട്ട് ഖസസിന്റെ ഖുസ്സാസ്. അവരെ കണ്ടപ്പോ അലി റളിയല്ലാഹുവിന് ദേഷ്യം വന്നു. ഓലക്ക അവിടുന്ന് ആട്ടി, ഓലക്ക അവിടുന്ന്. കാരണം പള്ളിയിൽ ഈ ഭാഗത്തൊരു കൂട്ടുണ്ട്, വേറൊരു ഭാഗത്തൊരു കൂട്ടുണ്ട്, പല ആളുകളും പല ചർച്ചകളിലാണ്. അതിലുണ്ടാക്കി പറയുന്ന കുറെ കഥകൾ പറയുന്ന ആൾക്കാരെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനോട് മാറ്റി ഓലൊക്കെ എഴുന്നേൽപ്പിച്ചു കൊടുത്തു. ആ സമയത്തിന് ഹത്താ വജദ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനെ എത്തിച്ചു ആരെന്നറിയോ? ബഹുമാനപ്പെട്ട അൽ ഹസൻ അൽ ബസരി റളിയല്ലാഹു. ഹസൻ അൽ ബസരി റളിയല്ലാഹു അവിടെ ഇരിക്കുന്നുണ്ട്. ഫഖാല, ആ അലി റളിയല്ലാഹു ഹസൻ ബസരി തങ്ങളോട് പറഞ്ഞു, യാ ഫത്താ, അല്ലയോ യുവാവേ, ഇന്നി സായിലുക അൻ അംരിൻ, ഞാനൊരു കാര്യത്തിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഏയ് ഫൈൻ അജബ്ത അൻഹു, അതിനക്ക് നീ മറുപടി പറയുകയാണെങ്കിൽ അബ്ഖൈതുക, നിന്നെ ഞാൻ ഇവിടെ നിർത്തും. വ ഇല്ല, അതല്ല, അതിന് മറുപടി പറയില്ലേ എങ്കിൽ അകംതുക കമാ അകംതു അസ്ഹാബക, ഇവിടുന്ന് കുറെ ആൾക്കാരെ ഞാൻ ആട്ടി പറഞ്ഞാച്ചില്ലേ, അതേമാതിരി നിങ്ങളെ ആട്ടുന്ന. ആരോട്? ഹസൻ ബസരി തങ്ങളോട് അലി റളിയല്ലാഹു. ആരാ ഹസൻ ബസരി എന്ന് പറയുന്നത്? അലി റളിയല്ലാഹുവിന്റെ യഥാർത്ഥ ചിശ്തി തുരീഖത്തിന്റെ ഖലീഫയാണ്. ആര്? ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു. ഹസൻ ബസരിന്റെ ഷെയ്ഖാണ് ആര്? അലി റളിയല്ലാഹു. ഒന്ന് വിജ്ഞാനത്തിന്റെ കവാടാണ്,
ഷെയ്ഖും മുരീദുമാണ്. സത്യത്തിൽ ഷെയ്ഖും മുരീദുമാണ്. അവർ കണ്ടുമുട്ടുന്ന ആ കാഴ്ചയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ക്ലിയർ ആയ മറുപടി പറഞ്ഞാൽ ഇവിടെ ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, പുറത്തു പോകാന്ന. അങ്ങനെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഹസൻ ബസരിനോട് ഇങ്ങനെ പറയാനൊരു കാരണം ഇതിൽ പറയുന്നുണ്ട്. ഹസൻ ബസരിയെ കണ്ടപ്പോ തന്നെ മനസ്സിലായിക്കണം ആർക്ക്, അലി റളിയല്ലാഹു അൻഹു ഇത് എന്തല്ല സാധാരണക്കാരനൊന്നുമല്ല, ഇതൊരു മുതലാന്ന് ഇവർക്ക് തിരിഞ്ഞിരിക്കണം. ഫഖാലൽ ഹസൻ, ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, സൽ അമ്മാ ശിഅത, നിങ്ങൾ ഉദ്ദേശിച്ചൊക്കെ ചോദിച്ചോളുക. ഫഖാല, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, മാ മിലാകുദ്ദീൻ, ദീനിന്റെ നാരായ കുറ്റി എന്താണെന്ന് ചോദിച്ചു. ദീനിന്റെ അടിസ്ഥാനം നാരായ കുറ്റി എന്നാണ് പഴയ കാലത്ത് ഉലമാക്കൾ അങ്ങനെ മിലാക്കിന് ഉദാഹരണം. ദീനിന്റെ നാരായ കുറ്റി വേര് എന്താണെന്ന് ചോദിച്ചു. ഖാല, ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, അൽ വറഉ, അത് സൂക്ഷ്മതയാണ്. സൂക്ഷ്മതയാണ്. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എന്താണ്? ഹറാമാണ് എന്ന് അറിഞ്ഞിട്ട് അതിന് ഒഴിവാക്കൽ മാത്രമല്ല, ഹറാമാകാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞിട്ട് അതിനെ പോലും ഒഴിവാക്കുക. അവർക്കാണ് വറയിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ദീനിന്റെ നാരായ കുറ്റി വേര് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വറ ആണ് എന്ന് പറഞ്ഞു. പിന്നെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫമാ ഫസാദുദ്ദീൻ, ദീനിന്റെ നാശം എന്താണ്, ദീനിന്റെ ഫസാദ് എന്താണെന്ന് ചോദിച്ചു. ഖാല, ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, അത് അത്വമഉ, അത് മോഹമാണ്. അത് ദീനിന്റെ ഫസാദ് അതൊരു മനുഷ്യന്റെ മോഹമാണ്, വ്യാമോഹമാണ്. ഖാല, ബഹുമാനപ്പെട്ട അലിയാര് തങ്ങൾ പറഞ്ഞു, ഇജ്ലിസ്, നിങ്ങളെപ്പോലത്തെ ആൾക്കാരെയാണ് ജനങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് വഴന്നു പറയാ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക, നിങ്ങൾ ഇവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞു. ആരോട്? ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, വളരെ കുറച്ചു കാലം മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ ശേഷിക്കുള്ളൂ. വളരെ കുറച്ച്. അതറിയണമെങ്കിൽ നമ്മളെ ഏതെങ്കിലും കുടുംബത്തിൽ തീരെ സുഖമില്ലാത്ത ഒരാളോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് നിങ്ങളെ ചെറുപ്പകാലൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? അപ്പൊ അവര് പറഞ്ഞുതരും, അതൊക്കെ ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് കഴിഞ്ഞു പോയി, എത്ര പെട്ടെന്നാണ് ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു പോയത് എന്ന് അവര് നമുക്ക് പറഞ്ഞു തരും. അവർക്കാണ് ശരിക്കും, നമുക്കൊക്കെ അത് അറിയെങ്കിലും നമുക്കത് ഹൃദയബോധ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല. അത് ശരിക്ക് ബോധ്യമുള്ളത് ആയിരിക്കാരം, അസുഖമായി ഇനി എണീക്കൂല, ഇനി ഞാൻ ഈ കടന്ന കടപ്പിൽ മരിക്കുമെന്ന് മനസ്സിൽ ബോധ്യമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി, നിങ്ങളെ ചെറുപ്പകാലൊക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ ഓര് പറയും, എടാ അതൊക്കെ ഇന്നലെ മിഞ്ഞാന്ന് കഴിഞ്ഞ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്, എന്നാണ് ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞത്, ഇന്നലെ മിഞ്ഞാന്ന് കഴിഞ്ഞ മാതിരിയാണ് തോന്നുന്നത് പറയും. അപ്പൊ അത്ര സമയമുള്ളൂ എന്ത് ദുനിയാവില്. അതിന്റെ ഉള്ളിൽ വല്ലാതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മോഹം വേണ്ട. വല്ലാതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മോഹിക്കേണ്ട കാര്യമല്ല. മനസ്സിലാവണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹിന്റെ റസൂല് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിന്റെ നാശം അൽ മാൽ, സമ്പത്താണ് എന്ന് പല റിവായത്തുകളിലൂടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്ക് പിന്നെ കിതാബുകളിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇന്നത്തമ, മോഹം എന്ന് പറയുന്നത് ഫഖ്റുൻ, അതാണ് യഥാർത്ഥത്തിൽ ദാരിദ്ര്യം. ശരിക്കും എന്താണ്? മോഹാണ്. ദാരിദ്ര്യത്തിന്റെ മനസ്സിൽ നിന്ന് എന്ത് വരുള്ളൂ? മോഹം വരുള്ളൂ. അതായത് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? പൈസ ഇല്ലായ്മ എന്നല്ല, ഇഞ്ഞും കിട്ടണം എന്നുള്ളൊരു ആശ ഉണ്ടല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, വഇന്നൽ യഅ്സ, ജനങ്ങളെ തൊട്ടൊക്കെ ആശ മുറിയുക എന്നുള്ളതാണ് ഗീന, അതാണ് ഐശ്വര്യം. അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ, എന്ത്? സമ്പത്ത് ഉണ്ടാകലല്ല ഐശ്വര്യം. ഏറ്റവും നല്ല ഐശ്വര്യം ഏതാണ്? മനസ്സിന്റെ ഐശ്വര്യമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സ്. എത്ര മനുഷ്യന്മാര് നമ്മുടെ അടിയിൽ കൂടെ ഉണ്ട് അല്ലേ? എത്ര ആൾക്കാര് കണ്ടാല് നല്ല സുമുഖനാണ്, സുന്ദരനാണ്, നല്ല തേച്ച തുണിങ്കുപ്പായൊക്കെയാണ്. പക്ഷെ എന്നാലും ഓലത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആരോടും പോലും പറയില്ല. തന്റെ ഇല്ലായ്മയും വല്ലായ്മയും എന്ത് ചെയ്യൂല, ഒരാളോടും പറയാതെ. അത് വലിയ കൂലിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ. അങ്ങനത്തെ ആൾക്കാർക്ക് വലിയ കൂലിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറയാണ്. ഖാല അറാബിയും, ഒരു അറാബിയായ ഒരാൾ വന്നിട്ട് ഇല്ല അഹ്ലിൽ ബസറ, ബസറയിലെ ആളുകളോട് ചോദിച്ചു, മൻ സയ്യിദു അഹ്ലി ഹാദിഹിൽ ഖറിയ, ഈ നാടിന്റെ നേതാവ് ആരാണ് ചോദിച്ചു. ഈ നാടിന്റെ
നേതാവ് ആരാണ്? ആ സമയത്ത് ഖാലു, അവര് പറഞ്ഞു, അത് അൽ ഹസൻ, ഹസനുൽ ബസരിയാണ് ഞങ്ങളെ നേതാവ്. ഹസനുൽ ബസരിയാണ് ഞങ്ങളെ നേതാവ്. ആ സമയത്ത് ഈ വ്യക്തി പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തിനെ നേതാവാക്കിയത്? അല്ലെങ്കിൽ അദ്ദേഹം ഈ നാടിന്റെ നേതാവാകാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ. അപ്പൊ ആ നാട്ടുകാര് മൊത്തം പറഞ്ഞു, ഖാലു ഇഹ്താജൻ നാസു ഇലാ ഇൽമിഹി, ജനങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന്റെ ഇൽമിലേക്ക് ആവശ്യമാണ്. എന്നാലോ ഞങ്ങളെ സമ്പത്തിലേക്ക് ഒരു ലേശം പോലും അദ്ദേഹത്തിന് എന്തില്ല, മോഹല്ല. ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ ആവശ്യമാണ്, എന്നാ ഞങ്ങൾ എന്നും മൂപ്പർക്ക് എന്തില്ല, ആവശ്യമില്ല. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അതാണ് മൂപ്പര് നേതാവാകുന്നത്. എല്ലാവരും മൂപ്പര് അംഗീകരിക്കാനുള്ള കാരണം അതാണ്. അപ്പൊ അംഗീകാരം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയിലൂടെയാണ് ഒരു നിലക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ സംഭവിക്കുള്ളൂ. അള്ളാന്റെ അംഗീകാരം ഉണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ ജനങ്ങളും എന്ത് ചെയ്യും, ഒരംഗീകരിക്കും. ഇല്ലേ? അള്ളാഹു താലാക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട എന്താണ്, ഒരടിമയെ അള്ളാഹു താലാക്ക് ഇഷ്ടപ്പെട്ടാല് വാനലോകത്തുള്ള മലായിക്കത്തിനോട് മൊത്തം പറയും, എന്ത്, പെരിന്തൽമണ്ണയിലെ കക്കൂത്തുള്ള ഇന്നാലിന്ന മുഹമ്മദ് എന്ന് പറയുന്ന ആളെ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോളൂ. മലായിക്കത്ത് മൊത്തം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. മരണപ്പെട്ടു പോയ അമ്പിയാക്കളുടെ അർവാഹുകളില്ലേ, അവരിലേക്ക് ഈ വാർത്ത എത്തും, അവരൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. ഈ ലോകത്തുള്ള സജ്ജനങ്ങളാകുന്ന ആളുകളുടെ മുഴുവൻ ഇഷ്ടം ആ വ്യക്തിക്ക് വരുമ്പോ ലോകത്തുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യും, ആ വ്യക്തി ഇഷ്ടപ്പെടും. ഇപ്പോ ദവാഉൽ ഖുലൂബ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അവിടെ എല്ലാ കിതാബും വെച്ച അവിടെ സ്ഥലം ഉണ്ടാവില്ല. ആ കിതാബില് ഒരു ഖുദ്സിയായ ഹദീസ് പറയുന്നു. അല്ലാഹു തആല പറയാണ്, അല്ലയോ അടിമകളെ, നിങ്ങളെ ഞാൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. എന്നിലേക്ക് നിങ്ങൾ ആഗ്രഹം വന്നാൽ ഈ ലോകത്തുള്ള എല്ലാ ആളുകളെയും നിങ്ങളെക്കാൾ കീഴിലാക്കും ഞാൻ. എന്നെ മാത്രം ഇഷ്ടപ്പെടണം, എന്നിലേക്ക് മാത്രം ആഗ്രഹിക്കണം, ഞാൻ മാത്രമായിരിക്കണം നിങ്ങളെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. എങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യും, നിങ്ങളെ മുമ്പിലേക്ക് ഇങ്ങോട്ട് വരും, നിങ്ങളെ മുമ്പിലേക്ക് എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. അപ്പോ മോഹം എന്ന് പറയുന്ന സാധനം എല്ലാവരും ശ്രദ്ധിക്കണം. അത് അങ്ങനെയൊന്നും മനുഷ്യനെ വിട്ടുപോകൂലട്ടോ. ആഗ്രഹങ്ങളും വ്യാമോഹങ്ങളും മോഹങ്ങളൊന്നും അങ്ങനെ മനുഷ്യനെ വിട്ടുപോകൂല. പക്ഷെ അത് പോയില്ലെങ്കിൽ അതിന്റെ പര്യവസാനം എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അപമാനം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന ഒരു വലിയ പാഠമാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്. ഒന്നും കൂടി അർത്ഥം വെച്ചിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം. മാ ബസഖത്ത് അഗ്സാനു ദുല്ലിൻ, അപമാന വൃക്ഷത്തിന്റെ ശാഖകൾ അത് വളർന്നിട്ടില്ല, ഉയർന്നിട്ടില്ല, ഇല്ല അല ബദിരി ത്വമഇൻ, മോഹമാകുന്ന വിത്തിന്റെ മേലല്ലാതെ. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് ഇങ്ങനെ നടന്നു പോണ സമയത്ത് അങ്ങാടിയിൽ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ നാട്ടിലെ വലിയൊരു പണക്കാരനോ നാട്ടിലുണ്ട്. അപ്പൊ ആൾക്കാർ പറഞ്ഞു, ആ പോണ ആൾ ആരാന്ന് നിങ്ങൾക്ക് അറിയോ? അത് റഈസുസ്സാഹിദീൻ ഇബ്രാഹിമിന് അധികം തങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും കാണാൻ കൊതിക്കുകയും ഒന്ന് കണ്ടെങ്കിലെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആ സമയമാണ്. അതിൽ ഈ പണക്കാരൻ ഓടി ചെന്നിട്ട് ഒരു കിഴി പണെടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു പണക്കിഴി എടുത്തിട്ട് ബഹുമാനപ്പെട്ടവർക്ക് അങ്ങ് കൊടുത്തു. ഇവരത് വാങ്ങിയില്ല. നിങ്ങൾ എന്തത് വാങ്ങാത്ത, ഞാൻ വലിയ പണക്കാരനാണ്, നിങ്ങൾ വാങ്ങിക്കൊള്ളുന്നു. ഇവർ പറഞ്ഞു, ഞാൻ ഫക്കീറന്മാരടുത്ത് നിന്ന് പൈസ വാങ്ങില്ല. അല്ല, ഞാൻ ഫക്കീറല്ല, ഞാൻ വലിയ പൈസക്കാരനാണ്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇനിയും പൈസ ഉണ്ടാകണം എന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്, നിങ്ങൾ ഫക്കീറാണ്. ഇതാണ് മോഹത്തിന്റെ പ്രശ്നം. അത് നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുന്ന എല്ലാം അള്ളാഹു തആല ആലയെ കൂട്ടി കണക്കാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുൽ അക്ബർ മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു എഴുതി വെച്ചതിന് സാക്ഷിയാവുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു എന്താണോ എഴുതി വെച്ചത് അതിന് സാക്ഷിയാവുക മാത്രമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണത്. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ അള്ളാഹു തആല ആദ്യം കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലെങ്കിലും കാണണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓലപ്പീടികയിൽ നിന്നും കക്കൂത്തിലേക്ക് ഒരു തൗഫീഖ് അള്ളാഹു തആല എനിക്ക് തന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ അതൊക്കെ അള്ളാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് മാത്രമാകുമ്പോൾ എല്ലാം അള്ളാഹു തആല നമുക്ക് തരും.
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.